ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എസ്പെക്ടലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നും വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. സവാള വേണം, പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമുക്ക് പച്ചമുളക്, പിന്നെ നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മട്ടൻ വേണം. അതിപ്പം 1 കിലോ മട്ടൻ ഉണ്ട്. അപ്പം ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ 1 കിലോ അരിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം 1 കിലോ അരി എന്ന് പറയുമ്പം 3.5 ഗ്ലാസ് കാണും. അപ്പം നമ്മൾ ഈ 3.5 ഗ്ലാസ്സിന് 7 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 7 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കാർഡമൻ, ക്ലോവ്സും സിനമനും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, ഇപ്പോൾ നമ്മളൊരു വലിയൊരു ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നമ്മളിവിടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കൈമ റൈസാണ്, 1 കിലോ കൈമ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ നിന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി വേറൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡാൽഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിൽ കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട് ഇട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സവാള ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് സവാള ആഡ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും, പിന്നെ നമുക്ക് പച്ചമുളകും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെരുംജീരകപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. മട്ടൺ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മട്ടണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറും. അപ്പം ആ വെള്ളം നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് അത് ആവശ്യം വരും. അപ്പോൾ ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ നമുക്കിതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറിങ്ങനെ വെച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും പിന്നെ സവാളയൊക്കെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരെ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.